ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ടാണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടുക്കി എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റയിലും പേജുണ്ട്. അതൊന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ ടിപ്സുകളിലേക്ക് പോയാലോ? നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ ഹോം റെമഡി ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ വീടുകളിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ നമ്മളുടെ തൊണ്ടവേദന, ചുമ, അതുപോലെ തന്നെ ജലദോഷം, കഫക്കെട്ടൊക്കെ വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന, എളുപ്പത്തിൽ നമുക്ക് അതിനെ തുരത്താൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ പാലൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം അല്ലേ, കഫക്കെട്ട് വേഗം തന്നെ വരുത്തും ഈ പാല്. പക്ഷെ പാല് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ആ സമയത്ത് നമുക്ക് അതിൻ്റെ പാലിന് കുറച്ചെങ്കിലും കഫം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഫക്കെട്ട് കുട്ടികളിലൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. ഞാനിവിടെ കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നുറുക്കി ഉണക്കിയെടുത്ത മഞ്ഞളാണ് കേട്ടോ, നമ്മളുടെ നാടൻ മഞ്ഞളാണ്. അപ്പോൾ നിങ്ങൾക്ക് നാടൻ മഞ്ഞൾ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനൊരു 4 കുഞ്ഞ് കഷ്ണം മഞ്ഞൾ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി പൂപ്പലൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് മഞ്ഞൾപ്പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും. അതായത് വിഷമൊന്നും ഇല്ലാത്ത, രാസവളമൊന്നും ചേർക്കാത്ത മഞ്ഞൾപ്പൊടിയാണെന്നാണ് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചെറിയ 4 കഷ്ണം മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ്. നമ്മളുടെ പാലുൽപ്പന്നങ്ങളുടെയൊക്കെ ആ ഒരു കഫക്കെട്ടുണ്ടാക്കുന്ന ഒരു സംഭവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾ ഒരുപാട് സഹായിക്കും. അതുപോലെ കുട്ടികൾക്ക് നിറം വയ്ക്കാനും സഹായിക്കും കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ 4 കഷ്ണം മഞ്ഞൾ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞളിൻ്റെ കഷ്ണമാണ് ഇടുന്നതെങ്കിൽ കുറച്ച് നേരം തിളപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം അതിൻ്റെ സത്ത് ഇറങ്ങി വരാൻ, അല്ലെങ്കിൽ കളർ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ കുട്ടികൾക്കൊന്നും കമർപ്പില്ലാതെ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുമായിരിക്കും നല്ലത് കേട്ടോ. പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ, മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതാണെങ്കിൽ കുറച്ച് കമർപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മഞ്ഞൾ ഈ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുട്ടികൾ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം, അവർ കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. അടുത്ത ടിപ്പ് ഇഞ്ചി വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇഞ്ചി നമുക്കറിയാലോ എല്ലാവർക്കും വളരെയധികം നല്ലൊരു, നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണല്ലേ ഇഞ്ചി. അപ്പോൾ ഇഞ്ചി വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. എല്ലാവരും തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും അല്ലേ. ഇഞ്ചി ഇതാ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇഞ്ചി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഉണ്ടാക്കുന്നത് ഇഞ്ചി ചായയാണ് കേട്ടോ. എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ കഫത്തെ പൂർണ്ണമായിട്ട് നീക്കി കളയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. ചായ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ, എല്ലാവർക്കും ചായ ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർക്കുവാണെങ്കിൽ അത് ഒരുപാട് നമ്മളുടെ ഹെൽത്തിന് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ നന്നായിട്ട് ഇഞ്ചി വെന്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ചായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റോട് കൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ നല്ല റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത്, ഈ ചായക്ക് ഞാൻ പഞ്ചസാര അല്ല ഉപയോഗിക്കുന്നത്, തേനാണ് ഉപയോഗിക്കുന്നത്. അപ്പം തേനും ഈ ഇഞ്ചിയും ചായയും കൂടി ചേരുമ്പോഴത്തേന് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും. തേനും കൂടി ചേർത്തതിന് ശേഷം വേണം നമുക്ക് ഈ ചായ കുടിക്കാനായിട്ട്. അപ്പം തേനില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, പഞ്ചസാര ചേർത്തോ അല്ലെങ്കിൽ കൽക്കണ്ടം ചേർത്തോ, പനങ്കൽക്കണ്ടം ഉണ്ടെങ്കിൽ അത് ചേർത്തോ കുടിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഒരു മരുന്നിന് വേണ്ടിയിട്ട് ചായ കുടിക്കുന്ന രീതിയിൽ കുടിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ചായയുടെ ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച ചൂടോടുകൂടി അങ്ങ് തേൻ ഒഴിച്ച് കൊടുക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് തേൻ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും അതിന് നല്ല ചൂടാണെങ്കിൽ ഈ തേന് വിപരീതമായിട്ട് പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ചേർത്ത് കൊടുക്കുമ്പോഴും അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ തേൻ ചേർത്ത് കൊടുക്കാറുള്ളത്. എന്നാൽ നമുക്ക് നമ്മളുടെ എന്താ പറയുക, നമുക്ക് കുടിക്കാൻ പറ്റുന്നൊരു ചൂടിൽ തന്നെ നമുക്ക് നമ്മളുടെ ചായയിലേക്ക് അതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ്സിന് 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 1-1.5 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരം കിട്ടും കേട്ടോ. പക്ഷേ റിസൾട്ടും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് നമ്മളുടെ ചായ ഈ രീതിയിലേക്കൊന്ന് മാറ്റുവാണെങ്കിൽ ഒരുപാട് ഗുണപ്രദമായിരിക്കും. അപ്പോൾ ഈ ടിപ്സ് നമുക്ക് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള റിസൾട്ടൊക്കെ പറയണേ.
അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ വീടുകളിൽ കാണുമല്ലേ കടുക് ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്. അപ്പോൾ ആ കടുക് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 100% നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറ് കമ്പിച്ചിരിക്കുക, അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും തോന്നാറുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തോന്നാറുണ്ട്. ആ ഒരു സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്കിതുപോലൊരു കൂടുതൽ വയറ് നിറഞ്ഞു പോയാലും നമുക്കിതുപോലൊരു വിഷമം ഉണ്ടാകും. ആ സമയത്ത് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ കടുക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായി ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കുക. എണ്ണയൊന്നും ഉപയോഗിക്കരുത്, വെറുതെ ആ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല രീതിയിൽ പൊട്ടണം. ഇതുപോലെ നന്നായിട്ട് എല്ലാ കടുകുകളും, നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ കടുകുകളും പൊട്ടണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കടുകും കൂടെ ഒന്ന് നന്നായിട്ട് പൊട്ടിക്കിട്ടും. കടുക് നല്ല രീതിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ്, ചെയ്ത് നോക്കണേ. ഇനി ഇത് നല്ല രീതിയിൽ തിളയ്ക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വയറിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അരിക്കാതെ ഉപയോഗിക്കാം, അരിച്ചും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് നമ്മളുടെ ചുമയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അയമോദകം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കൽക്കണ്ടമാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പനങ്കൽക്കണ്ടമാണ്. നിങ്ങൾക്ക് സാധാ കൽക്കണ്ടമാണെങ്കിലും ഉപയോഗിക്കാം. അപ്പം വളരെ നല്ലൊരു ആശ്വാസം കിട്ടും. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയോളൂ, നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. ചുമ മൂലം കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നല്ലൊരു ആശ്വാസമാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു കുറച്ച് കൽക്കണ്ടവും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഈ പനങ്കൽക്കണ്ടമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പനങ്കൽക്കണ്ടം അറിയാമല്ലോ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ വരെ ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ കിട്ടുന്നവർ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊള്ളുക, നല്ലതാണ് കേട്ടോ. അപ്പോൾ പനങ്കൽക്കണ്ടം ഞാനൊരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഒരു 1/4 ടീസ്പൂണും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 3 സംഭവങ്ങൾ മാത്രം മതി, നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല രീതിയിൽ പൊടിക്കുക. അതിനുശേഷം നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അല്പമായിട്ടെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മളുടെ ചുമയും പോകും. അതുപോലെ തന്നെ വയറിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ച് യൂസ് ചെയ്യുക. എല്ലാവർക്കും ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ആയിട്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും, കുടിക്കാനായിട്ടും പറ്റുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മളുടെ തൊണ്ടവേദന, അതുപോലെ തന്നെ തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷനുകൾ, മൗത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നൊരു, പൂർണ്ണമായിട്ടും പോവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു ടിപ്പാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ചായപ്പൊടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു നല്ല രീതിയിൽ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം തരും. അതുപോലെ തന്നെ നമ്മളുടെ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഞാനൊരു 4 ഗ്രാമ്പു എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എടുത്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾക്ക് തൊണ്ടവേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഡെയിലി നമുക്കിതൊന്ന് ഗാർഗിൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പം നമ്മളുടെ
എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ. എല്ലാവരും ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കരുതുക. അപ്പം നമുക്ക് തൊണ്ടവേദനയൊന്നും ഇല്ലെങ്കിൽ നമുക്കിതിനകത്ത് നിന്ന് ചായപ്പൊടി ഒഴിവാക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ വെച്ച് ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടും. ബാഡ് സ്മെല്ല്, അതുപോലെ തന്നെ തൊണ്ടയിൽ വരുന്ന പ്രശ്നങ്ങൾ, കഫക്കെട്ട് അല്ലെങ്കിൽ നീർക്കെട്ട് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം സഹിക്കാൻ പറ്റുന്ന ചൂടോടുകൂടി ഗാർഗിൾ ചെയ്യുക. അപ്പം നന്നായിട്ട് ചൂട് കുറഞ്ഞു പോയിട്ട് നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. സഹിക്കാൻ പറ്റുന്ന ചൂടോടുകൂടി തന്നെ ചെയ്യുക. പിന്നെ ഉപ്പിൻ്റെ അളവ് നമുക്ക് കുറച്ചും കൂടി കൂട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂട്ടുവാണെങ്കിൽ അത്രയും നല്ലൊരു ഫലം കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഫലം കിട്ടുന്നൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഒന്ന് വീഡിയോസൊക്കെ കാണുക. നല്ല നല്ല ടിപ്പുമായി നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.